ഹായ് കൂട്ടുകാരെ, റെയിൻഗാർഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ബോഗൻവില്ലയുടെ കട്ടിങ്സ് നടുന്ന ഒരു വീഡിയോ ആണ്. നമ്മൾ നേരത്തെ ICU മെത്തേഡ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ആൾറെഡി നമ്മൾ ഫ്രിഡ്ജ് ബോക്സിൽ ചെയ്യുന്നതൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷേ അതിനെല്ലാം നല്ല സപ്പോർട്ടാണ് തന്നത്. നിങ്ങളുടെ സപ്പോർട്ടിന് വളരെയധികം നന്ദി. നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വന്നേക്കാണ്. അതുകൊണ്ട് ഇതേ കപ്പിൽ നമുക്ക് കട്ടിങ്സ് കിളിപ്പിച്ചെടുക്കാൻ പറ്റിയ ഒരു രീതിയാണ്. അപ്പോൾ ഇതേപോലുള്ള കപ്പുകൾ, വീട്ടിലെ ചെറിയ പ്ലാസ്റ്റിക് പാത്രം ആയാലും മതി, ഇതേപോലുള്ള കപ്പുകൾ എടുത്തിട്ട് അതിൽ നമ്മൾ ഇതേപോലെ ബ്ലേഡ് വെച്ച് ചെറുതായിട്ട് ഹോൾ ചെയ്യണം. ഇതേപോലെ ഹോൾ ചെയ്ത് എടുക്കുക. ഒരു 3 ഹോൾ ഇടുക, 3 എണ്ണം നമ്മൾ ഹോള് ഇതേപോലെ ഇടുക. ഇത് വെള്ളം പോകാൻ വേണ്ടിയാണ്, നമ്മുടെ കട്ടിങ്സ് അവിയാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇതേപോലെ എന്താ 1 2 3. അപ്പോൾ ഈ ഹോൾ ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കട്ടിങ്സ് കേടായി പോകും. അതുകൊണ്ടാണ് നമ്മൾ ഈ ഹോൾ ഇടുന്നത്. അപ്പോൾ ഇതേപോലെ എളുപ്പമാണ് ഹോൾ ഇടാനൊക്കെ. അതാ ഉണ്ടോ, ഹോൾ ഇട്ടു. ഇനി നമുക്ക് വേണ്ടുന്നത് ഇതിലേക്ക് നമ്മുടെ ഒന്നീ മണൽ ഉപയോഗിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ചകിരിച്ചോറ്, കുറച്ച് ചകിരിച്ചോറും മണ്ണും കൂടെ മിക്സ് ചെയ്ത് ഉപയോഗിച്ചാലും മതി. പൂർണ്ണമായിട്ട് ചകിരിച്ചോറ് വേണമെന്നില്ല. കാര്യം ഇപ്പം മഴ സമയമായതുകൊണ്ട് തന്നെ നമുക്ക് ഈർപ്പം കൂടുതൽ വേണ്ട, ആവശ്യത്തിന് ഈർപ്പം മതി. അപ്പോൾ ചെറിയ നനവുള്ള മണ്ണാണ്, ഒത്തിരി നനവ് വേണ്ട, മീഡിയം നനവ് മതി. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വിട്ടുപോയിട്ടുണ്ട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയാൻ. അപ്പോൾ അതുകൊണ്ട് ഈ പ്രാവശ്യം ഡീറ്റെയിൽഡായിട്ട് പറയുകയാണ്. അപ്പോൾ മണ്ണ് ഒരു മീഡിയം നനവുള്ള മണ്ണ് മതി. അപ്പോൾ ഇത് നമ്മുടെ ഈ പോട്ടിലേക്ക് ഇടുകയാണ്. ഇത്രയും മതി. അപ്പോൾ നമ്മളിത് മണ്ണ് നിറച്ചിട്ടുണ്ട്. ഒന്ന് തട്ടി കൊടുക്കുക. എന്നിട്ട് നമുക്കിനി കട്ടിങ്സ് എടുക്കണം. കട്ടിങ്സ് എടുക്കാൻ വേണ്ടി നമുക്ക് കട്ടിങ്സ് ഇതൊന്ന് സാനിറ്റൈസ് ചെയ്യണം. നമ്മുടെ ബ്ലേഡ് ഒന്ന് സാനിറ്റൈസ് ചെയ്യണം. കയ്യിൽ മണ്ണുണ്ടെങ്കിലും നമ്മൾ ഇത് വെച്ച് ഒന്ന് സാനിറ്റൈസ് ചെയ്തിട്ട് നമ്മൾ കട്ടിങ്സ് എടുക്കുക. ഏതെങ്കിലും ഒരു പ്ലാന്റിൽ നിന്ന് നമ്മളൊരു ഹൈബ്രിഡ് വെറൈറ്റി ബോഗൻവില്ലയുടെ കട്ടിങ്സ് ആണ് നമ്മൾ ഇതിൽ വെക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ആ കട്ടിങ്സ് എടുക്കാം. ഒന്ന് പോസ്റ്റ് ചെയ്ത് തരാം. അപ്പോൾ ഇത് നമ്മൾ ബ്ലൂബെറി ഐസ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. അപ്പോൾ അതിൻ്റെ കട്ടിങ്സ് ആണ് നമ്മൾ എടുക്കുന്നത്. ഒരു 3 4 കട്ടിങ്സ് ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. നമ്മൾ 3 കട്ടിങ്സ് എടുത്തിട്ടുണ്ട് ബ്ലൂബെറി ഐസിൻ്റെ. അപ്പോൾ ഇത് നട്ടു നോക്കാം. അപ്പോൾ നമ്മൾ ഇതിൽ ഈ വലിയ ഇലകളെല്ലാം എടുത്ത് കളയുക. ഇത് കുറേയൊക്കെ അങ്ങ് ഒഴിവാക്കുക. കുറച്ച് ഇലകൾ മാത്രം വെച്ചാൽ മതി. മാക്സിമം ഇലകൾ ഒഴിവാക്കുക. ഇലകൾ കിളിച്ച് വന്നോളും, നമ്മൾ കൂടുതൽ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നിട്ട് ഇതേപോലൊരു കട്ടിങ്സാണ്. ഇതിൻ്റെ കട്ടിങ്സ് നമ്മൾ ഈ ഒരു ഏരിയ വൃത്തിയാക്കി കൊടുക്കണം. ചെറുതായിട്ട് ഈ ഒരു ഏരിയ നമ്മളൊന്ന് വൃത്തിയാക്കി കൊടുത്താൽ പെട്ടെന്ന് റൂട്ട് വരും. ഇതൊരു സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കറ്റാർ വീര്, നമ്മൾ അലോയ് വീര പോലുള്ള എന്തെങ്കിലും ഒരു റൂട്ടിംഗ് ഹോർമോൺ ഉപയോഗിക്കണം. ഒന്നീ റൂട്ടിംഗ് ഹോർമോണിൻ്റെ പൊടി നമുക്ക് മേടിക്കാൻ കിട്ടും, അത് ഉപയോഗിക്കുക. അല്ലെങ്കിൽ ഇതേപോലെ കറ്റാർ വാഴ എടുത്ത് ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്യുക. ഇല്ല, ഇതേപോലെ ആ ജെല്ല് ഇതിൽ വരണം. നമ്മുടെ പ്ലാന്റിൽ ഈ ജെല്ല് ഇങ്ങനെ വരണം. അപ്പോൾ ഇത് നമ്മൾ ഇതിലേക്ക് കൈകൊണ്ട് ഇതേപോലെ ഒരു ഹോൾ ചെയ്തിട്ട് വെക്കുക. ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇനി അടുത്തതും അതേപോലെ തന്നെ നമ്മൾ ചെയ്തു. അപ്പോൾ ഇതിൽ നമ്മൾ പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ 3 കട്ടിങ്സ് നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി ഇതിന് നമ്മൾ ICU മെത്തേഡ് കൊടുക്കണം, എന്നാലേ ഇത് കിളിച്ച് വരത്തുള്ളൂ. അപ്പോൾ ഒരു നല്ലൊരു ഈർപ്പം അന്തരീക്ഷം വേണം. അപ്പം മഴ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഗ്രാജുവലി നല്ലപോലെ കിളിക്കും. എങ്കിൽ പോലും നമ്മൾ മഴ ഓവറായാൽ ഇത് അവിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് ICU മെത്തേഡില്ല. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എടുത്തേക്കുന്നത് 2 സ്റ്റിക്ക് വേണം നമുക്ക്. ഇതേപോലെ 2 മുളയുടെ പീസോ എന്തെങ്കിലും കട്ടി കുറഞ്ഞ പീസ് വേണം നമുക്ക് ഈ കപ്പി വെക്കാൻ പറ്റിയ. പിന്നെ ഇതേപോലെ ഒരു കവർ വേണം. ഇതേപോലെ ഒരു കവർ വേണം. പിന്നെ വേണ്ടത് നമുക്ക് സാഫാണ്.
ഇത് സാഫ് ആൻറ്റി ഫംഗൽ ഏജൻ്റാണ്. ഇത് നമ്മൾ അടിച്ചു കൊടുക്കണം കവറിൽ. കാര്യം ഇത് കേടാവാതിരിക്കാൻ വേണ്ടി നമ്മൾ സാഫ് ഉപയോഗിക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ 2 കമ്പ് വെക്കുന്നു. കണ്ടോ, ഇത് കവർ ടച്ച് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ കമ്പ് വെക്കുന്നത്. ഇതേപോലെ 2 സ്റ്റെംസ് ഇങ്ങനെ വെക്കുക. ഇതിൽ നമ്മൾ ഇനി ചെയ്യേണ്ടത് നമ്മൾ സാഫ്, ഇനി നമ്മൾ ഈ കവർ എടുത്ത് ഇതിൽ സാഫ് അടിച്ചു കൊടുക്കണം. ചെറുതായിട്ട് ഇത് നല്ലപോലെ സാഫ് ആയിട്ടുണ്ട്. ഇതിലും അല്പം അടിച്ചു കൊടുക്കണം നമ്മൾ പ്ലാന്റിന്. സ്പ്രെയർ അത്ര ശരിയല്ല. ഈ കവർ നല്ലപോലെ ഒന്ന് ചുരുക്കണം. ഇതേപോലെ ഒന്ന് ചുളുക്കി നമ്മുടെ ഈ ഡ്രോപ്സ് ഇതിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഒരു ഈർപ്പം നമ്മുടെ പ്ലാന്റിന് ചെറുതായിട്ട് വേണം. അപ്പോൾ ഒത്തിരി വേണ്ട, ഒരു ചെറുതായിട്ടൊന്ന് വേണം. അപ്പോൾ ഇത് നമ്മളിങ്ങനെ എടുക്കുന്നു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിലേക്ക് ഇറക്കി വെക്കുക. ഇതിലേക്ക് ഇറക്കി വെച്ചതിന് ശേഷം നമ്മൾ ഇവിടെ അങ്ങ് കെട്ടണം. എന്താ ഇങ്ങനെ കെട്ടണം. അപ്പോൾ ഈ ഇല ഈ കവറിൽ ടച്ച് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ സ്റ്റെം 2 എണ്ണം വെച്ചേക്കുന്നത്. എന്നിട്ട് ഇത് നല്ലപോലെ നമ്മളങ്ങ് ബാൻഡ് ചെയ്യുക. ഇതേപോലെ റോപ്പോ എന്തെങ്കിലും വെച്ചൊന്ന് മുറുക്കി കെട്ടുക. അപ്പോൾ ഇതാണ് നമ്മുടെ ICU മെത്തേഡ്. ഏറ്റവും എളുപ്പം ചെയ്യാവുന്ന ഒരു കാര്യമാണ്. നമുക്ക് ചെറിയ കപ്പിലൊക്കെ ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു കാര്യമാണ്. അപ്പോൾ ഇത് വെച്ച് നമുക്ക് പെട്ടെന്ന് ഒരു 45 ഡേയ്സിനകത്ത് ഇത് നമുക്ക് റൂട്ട് ആയി കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഇല വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും, ഇത് ട്രാൻസ്പാരൻ്റ് ആയതുകൊണ്ട്. അപ്പോൾ ഈ ഇല വരുമ്പോൾ തന്നെ നമുക്ക് അറിയാം. പക്ഷേ റൂട്ട് വരാൻ 45 ഡേയ്സ് എടുക്കും. അപ്പോൾ 45 ദിവസമെങ്കിലും നമ്മൾ വെയിറ്റ് ചെയ്താലേ ഇത് കിളിച്ച് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ റൂട്ട് വരുമ്പോൾ നമുക്ക് നല്ലപോലെ അറിയാനും പറ്റും. അപ്പം ഇതെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. അപ്പം നമ്മുടെ വീഡിയോയ്ക്ക് നേരത്തെ ഉള്ള വീഡിയോയ്ക്കെല്ലാം നല്ല സപ്പോർട്ടാണ് കിട്ടിയത്. അപ്പോൾ എല്ലാവർക്കും നന്ദി. അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം. അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.